കാലമായി അപ്പൂപ്പന്റെ കൂടെ കുന്തവും പിടിച്ച് നടക്കുന്നു. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഇത്രയും കാലത്തെ മന്ത്രവാദ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ഇത് ഇത്ര വലിയ കുഴപ്പമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും എങ്ങനെ രക്ഷപ്പെടും? അതോർക്കുമ്പോൾ എൻ്റെ മുടി പോലും, അല്ല, താടി പോലും വിറയ്ക്കുന്നു. ഈ പ്രശ്നം തീർക്കാൻ ഒരു വഴിയുമില്ലെന്ന് തോന്നുന്നു. എന്തു ചെയ്യണമെന്ന് മായാവിക്ക് പോലും അറിയില്ല. ഹോ, അതെ, ഈ കുഴപ്പം എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കും അറിയില്ല. എന്തെങ്കിലും വഴി തെളിയുമായിരിക്കും. ഹൂ ഹൂ ഹൂ. ഇതാരാ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചത്? എന്തിനെ പറ്റിയാണ് ഇവർ പറയുന്നത്? മായാവിക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത എന്ത് പ്രശ്നമാണ് അത്? മനസ്സിലാവാൻ കുറച്ചു മുൻപ് സംഭവിച്ച കാര്യങ്ങൾ അറിയണം. മായാവി ഇൻ ഡ്യൂപ്പ് ടൈം ട്രബിൾ. നമ്മുടെ സമയം തെളിഞ്ഞു വിക്രമ. എന്താ, വാച്ച് നന്നാക്കി കിട്ടിയോ? ഹിഹി. പൂട്ടിയിട്ട ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. ഹൗസ് ഓണർ ടൂറില്ല. ഹയ്യടാ, എങ്കിൽ ഇന്ന് നമ്മുടെ ടൂർ അങ്ങോട്ട്. ഏ, അതെന്താ അവിടെ ഒരു അനക്കം? എന്താ? ഓഹോ, ഓന്താ? അല്ല, അരണയാ. അല്ല മുത്തു, ഇത് ഇത് ദിനോസറിന്റെ കുഞ്ഞല്ലേ? ക്രീ. ശരിയാണല്ലോ, സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഏതെങ്കിലും സിനിമാ സെറ്റിൽ നിന്ന് ഇറങ്ങി ഓടിയതാവും. ഏ, അതവരല്ലേ, ലൊട്ടിലൊടുക്കും ഗുൽഗുൽമാലും. ഇവർക്കെന്താ കുറ്റിക്കാട്ടിൽ കാര്യം? എന്തോ തിരയുകയാ. ഈ ദിനോസറിനെയാണോ? സ്റ്റോപ്പ്. എന്താ ഇവിടെ പരിപാടി? അത് ഒരു ഒരു പച്ചമരുന്ന് പറിക്കാൻ. പച്ചക്കള്ളം. ശാസ്ത്രജ്ഞന്മാർക്ക് എന്തിനാ പച്ചമരുന്ന്? സത്യം പറ, നിങ്ങൾ തിരയുന്നത് ദാ അവനെയല്ലേ? ക്രീ. ഏ, ഇത് ഇത് സത്യം പറഞ്ഞാൽ അതെ. ഹും, കുട്ടൂസിനിറക്കുന്ന ഭീകര ജീവികളെ കൊണ്ട് തന്നെ പൊറുതി മുട്ടി. അതും പോരാഞ്ഞിട്ടാണോ ദിനോസറിനെ ലാബിലുണ്ടാക്കുന്നത്? ഈ ഈ ഇതിനെ ലാബിലുണ്ടാക്കിയതല്ല, പിന്നെ ഒറിജിനൽ ദിനോ. ശിശ്, പറയല്ലേ. രഹസ്യം വേണ്ട, പറഞ്ഞോ. ഇല്ലെങ്കിൽ ഹാ. അയ്യോ, അത് ഇത് ഒറിജിനൽ ദിനോസറാ. ഏ, ഹമ്മോ. 8 കോടി വർഷം മുൻപ് ജീവിച്ചിരുന്നത്. അവൻ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ കൊണ്ടുവന്നു. അതെങ്ങനെ കൊണ്ടുവന്നെന്നാ ചോദിച്ചത്. ക്രീ. അയ്യോ, ദേ, അവൻ പുറത്തു ചാടി. പിടിച്ചോ. അയ്യോ, ക്രീ. എൻ്റെ അമ്മേ, പട്ടി കടിച്ചേ. അല്ല, ദിനോസർ കടിച്ചേ. അമ്മോ, എന്തൊരു കടിയാ കടിച്ചത്. ഭാഗ്യം, കാലിൽ മുറിവില്ല. പക്ഷേ പാൻസിന് മുറിവുണ്ട്. ക്രീ. ദിനോസറിന് വിഷമുണ്ടോ വിക്രമ? അമ്മേ, ആർക്കറിയാം. ഉണ്ടെങ്കിൽ പണിയായി. 8 കോടി കൊല്ലം മുമ്പത്തെ വിഷമല്ലേ, അതിനൊന്നും മരുന്ന് പോലും കാണില്ല. ദിനോസർ കടിച്ചെന്ന് പറയാനൊരു ഗമയുണ്ട്. ഹി ഹി. ഏ, അവന്മാരെവിടെ? അങ്ങോട്ടാ ഓടിയത്. വിടരുത്. അവരെ വിട്ടാലും ആ ദിനോസർ കുഞ്ഞിനെ വിടരുത്. എന്തിനാ? പിന്നെ കടി വാങ്ങാനാണോ? പ്രദർശിപ്പിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും മുത്തു, ലക്ഷങ്ങൾ. അവർ ആ കാട്ടിലേക്ക് കയറി. അതേ സമയം നമ്മുടെ ടൈം മെഷീൻ അവന്മാർ കാണാതിരുന്നാൽ മതി. ആ ദുഷ്ടന്മാർ പിന്നാലെ വരും മുൻപ് ഇവനെ പഴയ കാലത്തേക്ക് തിരികെ വിടണം. ഹേയ്, ഇവിടേക്കൊന്നും അവർ വരില്ല, ഷുവർ. വന്നാലും ഇങ്ങനെ ഒരു സാധനം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല. തുറക്ക്. റിമോട്ട് എവിടെ? എൻ്റെ കയ്യിലുണ്ട്. സിക്ക്. ദിനോസറിനെ വിട്ടിട്ട് വേഗം മടങ്ങണം. അതെ, കൂടുതൽ സമയം അവിടെ നിന്നാൽ റിസ്കാ. മൂത്ത ദിനോസറുകൾ കാണും. ഇതുവഴിയാണ് അവർ പോയതെന്ന് ഉറപ്പാണോ? ഉറപ്പാണെന്ന് തന്നെയാ എൻ്റെ സംശയം.
പുല്ലിനിടയിൽ പാമ്പൊന്നും കാണില്ലല്ലോ അല്ലേ? അമ്മേ, ഇനി പാമ്പിന്റെ കടി കൂടി കിട്ടിയാൽ മതി. ഏ, ഇതെന്താ? ടെലിഫോൺ ബൂത്തോ? ATM ആണെന്ന് തോന്നുന്നു. കൊടുങ്കാട്ടിലാണോ ATM? ഇത് അവന്മാരുടെ എന്തോ കണ്ടുപിടുത്തമാ. ഇനിയിപ്പോ ആ ദിനോസറിനെ എത്തിച്ച യന്ത്രമോ മറ്റോ? എന്ന് വെച്ചാൽ ടൈം മെഷീൻ. അതെ, ബെസ്റ്റ് ടൈം. എങ്കിൽ രണ്ടും കൂടി അകത്ത് കയറിയിട്ടുണ്ട്, ഷുവർ. ശരിയാ, ദേ ഡോറിനടുത്ത് മണ്ണ്. തുറക്കടാ വാതിൽ. ടക്ക് ടക്ക്. എടാ, തുറക്കാൻ, ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. ടക്ക് ടക്ക്. വിക്രമന്റെ അടുത്ത് അക്രമം വേണ്ട. ആഹാ, പറ്റിച്ച് മുങ്ങാമെന്ന് കരുതിയോ? ട്രാക്ക്. ഏ, എന്താ ഒരു കുലുക്കം? വൈ ഈസ് ദിസ് വൈബ്രേഷൻ? ഹേ, ഡോർ പൊളിഞ്ഞു. ഹി ഹി, ഞാൻ കയറി നോക്കാം. അയ്യോ, അവർ മെഷീൻ കേടാക്കിയെന്ന് തോന്നുന്നു. നമ്മൾ പാതി വഴിയിൽ കുടുങ്ങി. അയ്യോ. എന്നാൽ അത് മാത്രമായിരുന്നില്ല പ്രശ്നം. അവന്മാർ അകത്തില്ലേ വിക്രമ? ഏ, ഇതെന്താ അകത്തൊരു മിന്നൽ? വിക്രമ, വിക്രമ. ധും 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 ധും. അയ്യോ, ഏ, എന്താ വിക്രമ? ഒരു പയ്യൻ വരുന്നു. അവനെ കണ്ടാൽ കണ്ടാൽ അവൻ എന്നെ ചായ. ഏ, അതാ വരുന്നു. ഏ, വിക്രമ, ഇത് ഇത് നീ തന്നെയാ, കുട്ടിക്കാലത്ത് നീ. ഏ, അതേ, നീ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ അതേ ചായയല്ലേ? ഇതെങ്ങനെ? അങ്കിൾ, അങ്കിളിന് എൻ്റെ അച്ഛൻ്റെ ചായയുണ്ടല്ലോ. അത് പിന്നെ കാണാതിരിക്കുമോ? വിക്രമ, ആ ശാസ്ത്രജ്ഞന്മാർക്ക് മന്ത്രവിദ്യ അറിയാമെന്ന് തോന്നുന്നു. വാ, ഇവിടെ നിന്നാൽ പണി കിട്ടും. കുട്ടൂസിനോട് വിവരം പറയാം. അങ്കിൾ. അതേസമയം, ഹോ, എന്തൊരു വെയിൽ! കണ്ണ് മഞ്ഞളിച്ചതുകൊണ്ട് മൊത്തം ഡബിളായിട്ടാ കാണുന്നത്. കുറച്ചു നേരം മരത്തണലിൽ ഇരിക്കാം. ഏ, ഇതാരാ? ഞാൻ വിക്രമൻ. വിക്രമനോ? ആ പേരിൽ ഒരു കൊള്ളക്കാരനുണ്ട്. ഹി ഹി. ഏ, പേടിക്കണ്ട, നല്ലവനാ. ഞങ്ങൾ തമ്മിൽ നല്ല ടേംസിലാ. എവിടുന്ന് വരുന്നു? ഈ കുന്തം ചെമ്പാണോ? ചെമ്പും കൊമ്പുമൊന്നുമല്ല. ഇതാണോ നിന്റെ വീട്? അത് വീടല്ല, പക്ഷേ കേറി നോക്ക്, നല്ല രസമാ. കുന്തം ഞാൻ പിടിക്കാം. കണ്ടിട്ട് നല്ല സെറ്റപ്പാ, കേറി നോക്കാം. കേറടാ, കേറ്. ഹി ഹി. ഏ, ഇതിനകത്ത് കറണ്ട് ഇല്ലേ? അമ്മേ, മിന്നൽ! ധും ധും ധും. അയ്യോ, ആരോ വരുന്നു, സ്ഥലം വിടാം. ഏ, കുന്തം എവിടെ? ഹമ്പട കള്ള വിക്രമ, അവൻ കുന്തം കൊണ്ട് മുങ്ങി. വിക്രമ, എടാ വിക്രമ. വിക്രമൻ, പേരിന് പറ്റിയ സ്വഭാവം. അപ്പോൾ ടൈം മെഷീനിൽ നിന്ന് മറ്റൊരിടത്ത്. കുട്ടൂസാ, കുട്ടൂസാ, വീട് പൂട്ടിയിട്ടിരിക്കുകയാ. ഫോണിലും കിട്ടുന്നില്ല, റേഞ്ച് ഇല്ല. അതേസമയം ദാ വരുന്നെന്ന് പറഞ്ഞിട്ട് പോയ ലുട്ടാപ്പിയെ കണ്ടില്ലല്ലോ. പ്രായമായ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരം വേണ്ടേ? ഹും, ഇനിയും ലേറ്റായാൽ ഒരു വടിയും കുത്തിപ്പിടിച്ചങ്ങ് നടക്കാം. ഏ, അതാരാ? ഏ, കുട്ടൂസനപ്പൂപ്പനല്ലേ? ആ, അതെ. അപ്പൂപ്പൻ ചത്തതല്ലേ? ഏ, ഞാനോ? എപ്പോ? പ്രേതം! ഈ ലുട്ടാപ്പി ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ലുട്ടാപ്പിയോ? ഇതോ? അപ്പൂപ്പ, നീ വന്നോ? എന്താടാ ലേറ്റ് ആയത്? കുന്തം പോക്കറ്റ് അടിച്ചു പോയി. അല്ല, മോഷണം പോയെന്നേ. ഏ, ഇതാരാ?
ലുട്ടാപ്പിയാണെന്നാ പറഞ്ഞത്. ലുട്ടാപ്പിയോ? അപ്പൊ ഞാനാരാ? ആ പേരാ പറഞ്ഞത്. എന്നെ കണ്ടപ്പോ പ്രേതം എന്ന് പറഞ്ഞ് ബോധം കെട്ടു വീണു. ഈ അപ്പൂപ്പൻ ഇങ്ങോട്ടൊന്ന് നോക്കി. ഏയ്, പ്രേതത്തിന്റെ ഷേപ്പൊന്നും ഇല്ലല്ലോ. നീ പോടാ. നിന്റെ കുന്തം ആരാ അടിച്ചു മാറ്റിയത്? വിക്രമൻ. അവനെ കിട്ടിയാൽ അടിച്ച് ഷേപ്പ് മാറ്റണം. ഈ വിക്രമനോ? നടന്നതെല്ലാം ലുട്ടാപ്പി പറഞ്ഞു. വിക്രമൻ എന്ന പയ്യൻ, ലുട്ടാപ്പി എന്ന് പറഞ്ഞ് വേറൊരുത്തൻ. മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ടല്ലോടാ. വാ, നമുക്ക് കുന്തം പോയ സ്ഥലത്ത് ഒന്നുകൂടി പോയി നോക്കാം. കുന്തം പോയാൽ കൂടത്തിലും തപ്പണ്ടേ? വൈകാതെ. പയ്യനകത്തിരിപ്പുണ്ടാകും. കേറി നോക്കട്ടെ. ഇറങ്ങി വാടാ മര്യാദയ്ക്ക്. കുന്തം കൊണ്ട് വരാൻ പറ അപ്പൂപ്പ. ഏ, ഇതെന്താ സ്പാർക്ക്? ആരുമില്ലടാ, അവൻ മുങ്ങി. ഹീ, അപ്പോ എന്റെ കുന്തം? കുന്തം കാണാനില്ല എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലോ? ആരുമില്ല എന്ന് കുട്ടൂസൻ പറഞ്ഞത് തെറ്റായിരുന്നു. അതേസമയം മറ്റൊരിടത്ത്. ഏ, രാജുവല്ലേ അത്? ഇവൻ എന്താ ഒറ്റയ്ക്ക്? നിൽക്കവിടെ. ഹി ഹി. ഏ, ഭീം ഭോം, മയങ്ങട്ടെ. ഹി ഹി. ഇനി നീ മായാവിയെ വിളിക്കില്ല. വാടാ എന്റെ പിന്നാലെ. ഉറക്കത്തിൽ നടക്കും പോലെ രാജു ഡാക്കിനിയെ പിന്തുടർന്നു. നിന്നെ പൂട്ടിൽ കാട്ടി, അല്ല, കാട്ടിൽ പൂട്ടിയിടും. അത് കഴിഞ്ഞ് രാധയെ പിടിക്കും. ഹി ഹി. ഏ, ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നോ? എങ്കിൽ ഇവിടെ മതി. കേരട അകത്ത്. രാജു ടൈം മെഷീനിൽ കയറി. വെരി ഗുഡ്. ഇനി രാധയും പൂട്ടണം. ഡാക്കിനി. ഏ, ആരാ? അതെന്ത് ചോദ്യമാ ഡാക്കിനി? ഞാൻ കുട്ടൂസൻ. കുട്ടു, കുട്ടൂസൻ? ഈ പ്രായത്തിൽ? ഇത് ഞാൻ മരിച്ച സമയത്തെ പ്രായമാ. ഹഹ. ഹേ ഹേ, എന്താ പറഞ്ഞത്? അതെ ഡാക്കിനി, ഞാൻ കുട്ടൂസൻ തന്നെ. കൃത്യമായി പറഞ്ഞാൽ മരിച്ചുപോയ കുട്ടൂസൻ. ഹഹ. പ്രേതം. അതിനിടെ ഡാക്കിനി പോയി. ഞാൻ ഈ കെട്ടഴിക്കാം, എന്നിട്ട് പുറത്ത് കിടക്കാം. ഇനി ഞാൻ മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത. മറ്റൊരിടത്ത്. രാജു എന്താ വൈകുന്നത്? മായാവിയെ വിളിക്കാം. എന്തു പറ്റി രാധേ? രാജു ടൗണിൽ പോയതാ, വരേണ്ട സമയം കഴിഞ്ഞു. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. ഏ, രാജു വിളിക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ഞാനും വരാം മായാവി. രാജു, ഞങ്ങളെത്തി. ഏ, രാജു, ഇതെന്താ രണ്ടുപേർ? മായാവി, ഞാനും. രാജു തന്നെ, നാളത്തെ രാജു. മനസ്സിലായില്ല. കുറച്ച് വിശദമായി പറയേണ്ട കാര്യമാണ്. ലൊട്ടിലൊടുക്കും ഗുൽഗുൽമാലും ഒരു ടൈം മെഷീൻ ഉണ്ടാക്കി. വിക്രമൻ അത് കേടാക്കി. അതോടെ ടൈം മെഷീന്റെ ടെക്നോളജി ആകെ മാറിപ്പോയി. മറ്റൊരു കാലത്തേക്ക് പോകുന്നതിന് പകരം അതിനകത്ത് കിടക്കുന്നവരുടെ മറ്റൊരു കാലത്തെ രൂപം കൂടി പുറത്തു വരുന്ന സ്ഥിതിയായി. കഴിഞ്ഞ കാലത്തെ രൂപമാണോ വരാൻ പോകുന്ന കാലത്തെ രൂപമാണോ പുറത്തെത്തുക എന്ന് പറയാനാവില്ല. ഏതു കാലത്തെ ആളാണെന്നും വന്നാലേ അറിയാൻ പറ്റൂ. ലുട്ടാപ്പി അകത്ത് കടന്നപ്പോൾ മുതിർന്ന ലുട്ടാപ്പി പുറത്തു വന്നു. വിക്രമൻ കടന്നപ്പോൾ വിക്രമന്റെ കുട്ടിക്കാലം പുറത്തെത്തി. അപ്പോൾ രാജു, ഇന്ന് ഡിസംബർ 15 ഞാൻ നാളത്തെ രാജുവാണ്. ഡിസംബർ 16 രാജു. അതായത് എനിക്കിതെല്ലാം ഇന്നലെ നടന്ന കാര്യമാണ്. ഇന്നലെ നടന്നത് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇതുമൂലം കുഴപ്പങ്ങൾ വല്ലതും? വലിയ കുഴപ്പങ്ങളുണ്ട്. കാരണം കുട്ടൂസിന് ടൈം മെഷീനിൽ കയറി പുറത്തു വന്നത് കുട്ടൂസിന്റെ ഭാവി കാലമാണ്. അതായത് മരിച്ചതിന് ശേഷമുള്ള കുട്ടൂസൻ. ആ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരക്കം പാച്ചിൽ ഉടൻ തുടങ്ങും. അയ്യോ, അതെങ്ങനെ അവസാനിക്കും? എങ്ങനെ രക്ഷപ്പെടും? ഓർമ്മയില്ല. കൂടുതൽ പറയാൻ സമയവുമില്ല. കാരണം ഇപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു. പ്രേതം.
പ്രേതം! ഹു ഹു. ഏ? ഥും. ഹയ്യോ! ഏ? ഹയ്യടാ! കേറടാ കുപ്പിയിൽ. ഏ? കുപ്പിയില്ല. അല്ലെങ്കിൽ വേണ്ട, പറക്കടാ എന്നെയും കൊണ്ട്. വിട്ടോ വേഗം, കുട്ടൂസിന്റെ പ്രേതം വരുന്നു. ടൈം മെഷീന്റെ അടുത്തേക്കാ, അതിൽ കയറി ഒളിക്കാൻ. ആ ആ അതെങ്ങനെ അറിയാം? എനിക്കിതെല്ലാം ഇന്നലെ സംഭവിച്ചതല്ലേ, ഓർമ്മയുണ്ട്. അപ്പോൾ ഡാക്കിനി മായാവിയെ പിടിക്കുമെന്നും അറിയാമായിരുന്നോ? എന്നിട്ടെന്താ പറയാഞ്ഞത്? പറഞ്ഞിട്ടും ഫലമില്ല. ഇന്നലെ നടന്നത് ഇന്ന് മാറ്റാൻ പറ്റില്ല രാധേ. പക്ഷേ ഇനി എന്ത് സംഭവിക്കുമെന്നറിയാം അല്ലേ? അറിയാം, കുറച്ചൊക്കെ. പക്ഷേ ഏ ഏ രാജുവിന് ഡ്യൂപ്പോ? അവൻ പറഞ്ഞത് കേട്ടോ, വരാൻ പോകുന്നത് അറിയാമെന്ന്. അവനെ പിടിച്ചാലോ? ഇനി എന്ത് പറ്റുമെന്ന് ചോദിക്കാം. ശരിയാ, പിടിച്ചോ. എങ്കിൽ പറ, ഇനി ഇന്ന് എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാൽ ഇനി മുതലുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല. പ്രശ്നമെല്ലാം തീരും, പക്ഷേ അതെങ്ങനെയെന്നറിയില്ല. ആ, അതെന്താ ഓർമ്മയില്ലാത്തത്? എന്തോ സംഭവിച്ചു. ഇനി മൊത്തം ബ്ലാങ്കാ, ആകെ ഇരുട്ട്. അടിച്ചു വീഴ്ത്ത്. ഏ? ടക്ക് ടക്ക്. അയ്യോ! കിട്ടിയടാ നിന്നെ, നിന്നെയും. അവനല്ല, ഇവനാ പ്രവചനക്കാരൻ. ഏ? രണ്ടിന്റെ ബോധം പോയി. ബോധവും പോയി, രാധയും പോയി. അവള് പോട്ടെ, നമുക്ക് ഇവൻ മതി. ഇത്രയും സ്ട്രോങ് ആയി അടിക്കേണ്ടായിരുന്നു. ഹാ, ഉണരും വരെ വെയിറ്റ് ചെയ്യാം. അതേസമയം കുട്ടി വിക്രമൻ, ചേട്ടാ, കുന്തം വിൽക്കാനുണ്ട്, എന്ത് വില തരും? കുന്തമോ? ഏത് മ്യൂസിയത്തിൽ നിന്നും മോഷ്ടിച്ചതാ? ആക്രിയെ എടുത്താൽ മതി ചേട്ടാ, ഇരുമ്പ് വില. ആക്രി ഒന്നുമില്ല, പോടാ. അപ്പോൾ ടൈം മെഷീന്റെ അടുത്ത്. അകത്ത് കയറിക്കോ, പ്രേതം പിന്നാലെയുണ്ട്. ഹൂ ഹൂ. അകത്ത് കയറണോ? അത് അപകടമാ. ഉപദേശം വേണ്ട, അനുസരിച്ചാൽ മതി. വടി എൻ്റെ കയ്യിലാ. കേറിയാൽ ഡാക്കിനിയുടെയും എൻ്റെയും മറ്റൊരു കാലം പുറത്തു വരും. നോക്കാം, എന്തെങ്കിലും വഴി തെളിഞ്ഞാലോ. ഇരുട്ടാ ഒളിക്കാൻ പറ്റിയ സ്ഥലം. അയ്യോ, ഇതെന്താ സ്പാർക്ക്? ധും ധും. ആരോ വരുന്നു. അമ്മേ, പ്രേതമാണോ? പുറത്തിറങ്ങാം. ധും ധും ധും. ഏ? ഫാൻസി ഡ്രസ്സുകാർക്ക് ഇവിടെന്താ കാര്യം? ഫാൻസി ഡ്രസ്സോ? പിന്നല്ലാതെ. നീ ഡാക്കിനി വേഷമല്ലേ? എന്നാലേ ഞാൻ ഒറിജിനൽ ഡാക്കിനി. ഓ, നീ മായാവി വേഷത്തിലാ അല്ലേ? പക്ഷേ മൊത്തം തെറ്റാ. ഒറിജിനൽ മായാവിക്ക് മഞ്ഞ ഡ്രസ്സൊന്നുമില്ല. ദേ നോക്ക്. നിന്റെ കാര്യം പോക്കാ, പ്രൈസ് കിട്ടില്ല. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആ പോയത് ഞാനല്ലേ? അത് അമ്മൂമ്മ തന്നെയാ, കുറച്ചു കാലം മുൻപത്തെ അമ്മൂമ്മ. കുപ്പിയിൽ കണ്ടത് കുറച്ചു കാലം മുൻപത്തെ ഞാൻ. ശരിയാ, പണ്ട് എനിക്ക് കറുത്ത ഡ്രസ്സായിരുന്നു. മായാവി എല്ലാ കാര്യങ്ങളും ഡാക്കിനിയോട് പറഞ്ഞു. ഹൂ ഹൂ. ഇത് മൊത്തം കൺഫ്യൂഷൻ ആകും. ഏ? ഇതിനിടയ്ക്ക് മൂങ്ങയെ അകത്ത് കയറിയോ? എന്നിട്ടെന്താ ഇവന്റെ ഡ്യൂപ്പിനെ കാണാത്തത്? അത് ശരിയാണല്ലോ, ഒന്ന് ചെന്ന് നോക്കാം. ഏ? അകത്തൊരു മുട്ട. കേറണ്ട, കമ്പ് വച്ച് തോണ്ടിയെടുക്കാം. മൂങ്ങയുടെ ഡ്യൂപ്പും വന്നു. ഈ മുട്ട. ഏ? എന്ന് വെച്ചാൽ മൂങ്ങയുടെ പഴയ കാലം, മുട്ട വിരിയുന്നതിന് മുൻപത്തെ കാലം. ഹൂ ഹൂ. ഈ കുഴപ്പം എങ്ങനെ തീർക്കും? പറയടാ ഒരു വഴി. അറിയില്ല, പക്ഷേ ഒന്നറിയാം, ഇത് തീരുന്നത് വരെ നമ്മൾ ശത്രുത മറന്ന് ഒരുമിച്ച് നിൽക്കണം. വാ, നമുക്ക് കുട്ടൂസിനോട് ചോദിക്കാം. മുട്ട ഏതെങ്കിലും മരപ്പൊത്തിൽ ഒളിപ്പിക്കാം. വൈകാതെ. ഏ? മറ്റേ ഞാൻ കുപ്പി മരപ്പൊത്തിൽ ഒളിപ്പിക്കുന്നു. ഏ? രാജുവും രാധയും എന്നെ ആദ്യമായി കണ്ട സ്ഥലം. അപ്പോൾ അന്നത്തെ ഡാക്കിനിയാണ് ടൈം മെഷീനിൽ നിന്ന് വന്നത്. ഞാനാണ് മായാവി, ഒരു കുട്ടിച്ചാത്തൻ. ഈ കുപ്പി ഒന്ന് തുറക്കൂ.
നീ എങ്ങനെ ഈ കുപ്പിക്കകത്ത് പെട്ടു? അതാ ഡാക്കിനി. ഏ, വിക്രമനല്ലേ അത്? കൂടെ രാജു. അല്ല, രാജുമാർ. അമ്മൂമ്മേ, ലുട്ടാപ്പിയെ വിട്ട് ഇപ്പൊ നിങ്ങൾ കൂട്ടായോ? നിങ്ങൾ എന്താ ഇവിടെ? ഇവർ ഉണരാൻ കാത്തിരിക്കുകയാ. കാത്തിരിക്കാനൊന്നും നേരമില്ല. മൊത്തം കുഴപ്പമാ. വാ, കുട്ടൂസിനെ കാണാം. രാജുമാരെ തൽക്കാലം അങ്ങോട്ട് മാറ്റിക്കിടത്ത്. വൈകാതെ. ഏ, ഇവിടെ ഒരുത്തൻ ബോധം കെട്ട് കിടപ്പുണ്ടല്ലോ. ഹി ഹി, പേടിച്ച് ബോധം കെട്ടതാ. ഇവന്റെ പേരും ലുട്ടാപ്പി എന്നാ. ഹാ, ഉണരുന്നുണ്ട്. അയ്യോ, പ്രേതം. ഞാൻ പ്രേതമല്ലടാ, മരത്തലയാ. ലുട്ടാപ്പിന്ന് പേരുണ്ടായാൽ പോരാ, ധൈര്യം വേണം, ധൈര്യം. ആ ലുട്ടാപ്പി പേടിച്ചതിൽ അത്ഭുതമില്ല. ഇതും ലുട്ടാപ്പി തന്നെയാ. രണ്ടുപേരും ഒരേ ലുട്ടാപ്പി. കുറെ കൊല്ലം കഴിഞ്ഞുള്ള ലുട്ടാപ്പിയാ ഇത്. ഈ വലിയ ലുട്ടാപ്പിയുടെ കാലത്ത് കുട്ടൂസൻ ജീവിച്ചിരിപ്പില്ല. ഏ, ഹില്ലേ. ഏ, അതായത് മരിച്ച കുട്ടൂസിനെ വീണ്ടും കാണുന്നത് പോലെയാണ് വലിയ ലുട്ടാപ്പി കുട്ടൂസിനെ കാണുന്നത്. പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ. ശരിയാ, കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു. മീശയില്ല. മായാവി എല്ലാം വിശദമായി പറഞ്ഞു. കുട്ടൂസിന്റെ പ്രേതത്തിന്റെ കാര്യമൊഴികെ. ഏ, അതായത് എന്റെ കുന്തം കെട്ട വിക്രമൻ ഈ വിക്രമൻ തന്നെയാ. ഞാനോ? ഞാനെപ്പോ കെട്ടു? അപ്പൂപ്പൻ ചത്ത ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പോടാ, പേടിപ്പിക്കാതെ. സത്യമായിട്ടും അപ്പൂപ്പൻ പ്രേതമാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇത് ഒറിജിനലാ. പ്രേതം വേറെയുണ്ട്. അത് മായാവി പറഞ്ഞില്ല. ഈ എവിടെ? ഹ, ഇവിടെ തന്നെ. എല്ലാവരെയും ഒരുമിച്ച് കണ്ടത് നന്നായി. സൂര്യൻ അസ്തമിച്ചാൽ എനിക്ക് നിങ്ങളിൽ ഒരാളെ വേണം കൂടിയിരിക്കാൻ. ഹമ്മോ, അയ്യോ. കുടിയോ? വെള്ളം കുടിക്കുന്ന കാര്യമല്ല, പ്രേതം ബാധിക്കുക എന്ന അർത്ഥം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടെ എനിക്കൊരു ശരീരത്തിൽ കയറിയേ പറ്റൂ. ആരുടെ ശരീരത്തിൽ കയറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രേതം കയറിയാൽ എന്തു പറ്റും? അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പേടിക്കും. അമ്മേ, പേടിക്കുന്ന ഒരു കേസിനും ഞാനില്ല. ഞാനും എന്ന് പ്രത്യേകം പറയണ്ട, നീ തന്നെയാ ഞാൻ. ഭൂം. സൂര്യൻ അസ്തമിക്കുമ്പോൾ വരാം. അയ്യോ, അസ്തമിക്കാൻ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. ആ ടൈം മെഷീനാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അതങ്ങ് പൊളിച്ചു കളഞ്ഞാലോ? വേണ്ട, അത് ബുദ്ധിയല്ല. എനിക്ക് വേറൊരു ബുദ്ധി തോന്നുന്നുണ്ട്. പറയട്ടെ? പറ. പ്രേതം കൂടാൻ അപ്പൂപ്പൻ അങ്ങ് സമ്മതിക്ക്. ഏതായാലും സ്വന്തം പ്രേതമല്ലേ. പോടാ, ഇതാണോ ബുദ്ധി? ഭൂം. അത് പറ്റില്ല. ഏ, ഇവിടെ ഉണ്ടായിരുന്നോ? സ്വന്തം ദേഹത്ത് കയറാൻ പ്രേതത്തിന് പറ്റില്ല. ഹിഹി, അതേതായാലും നന്നായി. ഭൂം. ദേ പിന്നെയും പോയി. നിങ്ങൾ ആലോചിക്ക്, ഞാൻ ഇപ്പൊ വരാം. കുറച്ച് പരിപാടികളുണ്ട്. 1 മിനിറ്റ്. എനിക്ക് മീശയൊക്കെ വരുമല്ലേ. എത്രാം വയസ്സിലാ മീശ മുളച്ചത്? മീശ മുളയ്ക്കില്ല. കാത്തിരുന്ന് മടുത്തപ്പോ മന്ത്രപ്പൊടിയിട്ട് വരുത്തിയതാ. ഏ, ചേട്ടൻ ലുട്ടാപ്പി എങ്ങോട്ടാടാ പോയത്? ആവോ, എനിക്കറിയില്ല. മായാവി, നീ തന്നെ പറ, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മായാവി. ഏ, രാധ. രാജുവിനെ ഞാൻ ഓട്ടോയിൽ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലൊട്ടുലൊടുക്കിന്റെ ലാബിൽ പോയി ടൈം മെഷീന്റെ പേപ്പറുകൾ കണ്ടെത്തി. കേടായ ടൈം മെഷീൻ ഇത് നോക്കി ശരിയാക്കാം. അതോടെ ശാസ്ത്രജ്ഞൻ പുറത്തു വരുമല്ലോ. നല്ല ഐഡിയ. പക്ഷേ നമുക്ക് അത്രയും സമയമില്ല രാധേ. കുട്ടൂസിന്റെ പ്രേതം പറഞ്ഞതെല്ലാം മായാവി രാധയെ അറിയിച്ചു. അയ്യോ, അപ്പോൾ ആദ്യം പ്രേതത്തെ ഒഴിവാക്കണോ? അതെ. ഭൂം. ഹഹ, അത് നിങ്ങൾക്ക് കഴിയുന്ന കാര്യമല്ല. പിന്നെ വന്നല്ലോ.
എന്നെ മാത്രമല്ല, ടൈം തെറ്റി വന്ന എല്ലാവരെയും ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് പറ്റില്ല. പറ്റുമോ എന്നൊക്കെ പിന്നെ നോക്കാം. വഴി പറ. സ്വന്തം പ്രേതമല്ലേ, ഒന്ന് താഴ്മയായി ചോദിക്കപ്പൂപ്പ. എനിക്ക് എൻ്റെ മുന്നിൽ ഇത്രയേ താഴാൻ പറ്റൂ. പറയാം. ടൈം തെറ്റി വന്ന ആരെങ്കിലും ടൈം തെറ്റി വന്ന മറ്റൊരാളെ ഇല്ലാതാക്കണം. ശാസ്ത്രജ്ഞർ എങ്ങനെയോ അല്പം മന്ത്രവാദവും ഈ ടൈം മെഷീനകത്ത് പ്രയോഗിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങളും ഇതിനകത്ത് വന്നുപെട്ടത്. ഇതാ ശാസ്ത്രജ്ഞർക്ക് പോലും അറിയില്ല. പുറത്തു വരുന്നത് പ്രേതമാണെങ്കിൽ അയാൾക്ക് രാത്രി ഏതെങ്കിലും ശരീരത്തിൽ കയറിയേ പറ്റൂ. എനിക്ക് നിങ്ങളിൽ ഒരാളുടെ ദേഹത്ത് കയറാതെ പറ്റില്ല എന്നർത്ഥം. അതല്ലെങ്കിൽ അസ്തമയത്തിന് മുൻപ് ഈ പ്രശ്നം തീർക്കണം. അതിന് പുറത്തു വന്ന ഒരാളെ ഇല്ലാതാക്കണം. അതും പൂർണ്ണ മനസ്സോടെ വേണം. മടിച്ചു മടിച്ചു ചെയ്താൽ കാര്യമില്ല. അതുകൊണ്ട് ഇതേപ്പറ്റി അറിയാത്ത ആരെങ്കിലും വേണം അത് ചെയ്യാൻ. അങ്ങനെ ഇല്ലാതായാലും അത് അയാളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ ബാധിക്കില്ല. അതായത് കുട്ടി വിക്രമൻ മരിച്ചാൽ അത് ഇപ്പോഴത്തെ വിക്രമനെ ബാധിക്കില്ല. വല്ലാത്ത കുരുക്കാണല്ലോ. അപ്പൂപ്പൻ ഇതെല്ലാം പണ്ട് നടന്ന കാര്യമല്ലേ. അന്ന് ഈ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു? അറിയില്ല. പ്രേതമായതുകൊണ്ടാണോ എന്തോ എല്ലാം ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങളെ കഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അസ്തമിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റു വഴികളില്ല. ഹാ, മോഹമൊക്കെ സാധിച്ചുവല്ലോ. നിന്റെ കഥ കഴിയാറായി. അതെന്താ? കുട്ടി വിക്രമൻ നിന്നെ തട്ടും. അയ്യോ, കുട്ടി വിക്രമൻ ഇതൊന്നും അറിയാത്തത് കൊണ്ട് പൂർണ്ണ മനസ്സോടെ തട്ടും. ഹിഹി. എന്നെ കൊല്ലല്ലേ. നിന്നെ അല്ലടാ, മറ്റേ നിന്നെ. അയ്യോ, ഒരു വഴി കിട്ടി. പക്ഷേ അതിന് എനിക്ക് എൻ്റെ വടി വേണം. വടി ഞാൻ തരുന്ന പ്രശ്നമില്ല. ഇങ്ങു താ. പിന്നെ തീക്കളിക്കിടയിലാ വടിക്കളി. ഏ, കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്. പറ്റിച്ചു കടന്നു കളഞ്ഞാൽ കൊല്ലും ഞാൻ. എല്ലാവരും അപകടത്തിലായാൽ ആര് ശത്രുക്കളല്ല അമ്മുമ്മേ. മായാവിയുടെ മനസ്സിൽ ചില പദ്ധതികളുണ്ടായിരുന്നു. ഡാക്കിനിയുടെ മൂങ്ങയുടെ മുട്ടയും ടൈം തെറ്റി വന്നതാണ്. ടൈം തെറ്റി വന്ന മറ്റാരെങ്കിലും അതെടുത്ത് എറിഞ്ഞുടച്ചാൽ മതി. ആ മുട്ട ഇല്ലാതായാലും ഇപ്പോഴത്തെ മൂങ്ങയെ അത് ബാധിക്കില്ലല്ലോ. പക്ഷേ ഇതേപ്പറ്റി അറിയാത്ത ആരെയെങ്കിലും കണ്ടെത്തണം. അതും ഉടനെ. അസ്തമിക്കാൻ ഇനി മിനിറ്റുകളേയുള്ളൂ. അല്പം കഴിഞ്ഞ്. അയ്യോ, സൂര്യൻ അസ്തമിക്കാറായി. മായാവിയെ കാണുന്നില്ലല്ലോ. അടുത്ത നിമിഷം. ഓക്കെ, സമയമാകുന്നു. എനിക്ക് കൂടിയിരിക്കാൻ ഞാൻ തന്നെ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ലുട്ടാപ്പി. അയ്യോ, ഞാനോ? അതേസമയം മായാവി ടൈം മെഷീന്റെ അരികിലേക്ക് പായുകയായിരുന്നു. മായാവി മുട്ട സൂക്ഷിച്ച മരത്തിനടുത്ത്. 1-2 മിനിറ്റ് ബാക്കി. ടൈം മെഷീനിൽ കയറാൻ ആരെ കിട്ടും? അപ്പോഴാണ് മായാവി അത് കണ്ടത്. ഏ, അതേസമയം സൂര്യൻ അസ്തമിക്കുന്നു. മായാവിക്കൊന്നും ചെയ്യാനായില്ല എന്ന് തോന്നുന്നു. എല്ലാവരും മാറി നിന്നോളൂ. ഈ കാഴ്ച നിങ്ങൾക്ക് താങ്ങാനാവില്ല. ലുട്ടാപ്പി, സോറി. അപ്പൂപ്പാ. പെട്ടെന്ന് ഭൂം. ഏ, അപ്പൂപ്പൻ പ്രേതം പോയി. ചേട്ടൻ ലുട്ടാപ്പിയും പോയി. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ലുട്ടാപ്പി. അതേസമയം കൊച്ചു വിക്രമൻ ലംബൂച്ചന്റെ അടുത്ത്. അമ്മാവ, കുന്തം ആക്രിയായി എടുക്കുമോ? ഏ, ഇത് ലുട്ടാപ്പിയുടെ കുന്തമല്ലേ. ഇരുമ്പ് വില തന്നാൽ. ക്ലീൻ. ഏ, ആ പയ്യൻ എവിടെ? അതേ നിമിഷത്തിൽ തന്നെ രാജുവിന്റെ വീട്ടിൽ പിറ്റേന്നത്തെ രാജുവും അപ്രത്യക്ഷനായി. ഭൂം. കുറച്ചകലെ പണ്ടത്തെ ഡാക്കിനെയും മായാവിയെയും അതേ നിമിഷത്തിൽ കാണാതായി. അങ്ങനെ ടൈം തെറ്റി വന്ന എല്ലാവരും അപ്രത്യക്ഷരായി.
രാധ എടുത്ത പേപ്പറുകൾ നോക്കി ടൈം മെഷീൻ റിപ്പയർ ചെയ്തതോടെ ശാസ്ത്രജ്ഞർ തിരിച്ചെത്തി. ഹാവു! കുഞ്ഞു ദിനോസറിനെ സുരക്ഷിതമായി അവർ അവന്റെ കാലത്തിലെത്തിച്ചു. ലംബൂച്ചൻ ലുട്ടാപ്പിക്ക് കുന്തം തിരികെ കൊടുത്തു. ഏ ഹയ്യടാ, ഇത് എവിടുന്ന് കിട്ടി? കുന്തമൊക്കെ സൂക്ഷിക്കണ്ടേ ലുട്ടാപ്പി? ഏറെ കഴിഞ്ഞാണ് രാജു ഉണർന്നത്. മായാവി, നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടു? ആരാരെയാണ് ഇല്ലാതാക്കിയത്? അതൊരു രഹസ്യമായി ഇരിക്കട്ടെ. പ്ലീസ് മായാവി, പറഞ്ഞതാ. ഇവർ ഇനിയും ഇത് ചോദിക്കും. ഇവർ മാത്രമല്ല, കുട്ടൂസനും ഡാക്കിനിയും ലുട്ടാപ്പിയും. പ്രേതം, ടൈം മെഷീൻ, ഇതൊക്കെ ഇവർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. അനാവശ്യമായ പേടി ആർക്കും വേണ്ട. മായാവി മറവി സ്പ്രേ അടിച്ച് എല്ലാവരുടെയും കുറെ ഓർമ്മകൾ മായിച്ചു കളഞ്ഞു. രാജുവിൻ്റെ മാത്രം ചില ഓർമ്മകൾ ഒരു ദിവസത്തേക്ക് നിലനിർത്തി. പിറ്റേന്നത്തെ രാജുവിന് തലേന്നത്തെ ഓർമ്മകൾ വേണമല്ലോ. കുട്ടൂസനാകട്ടെ നടന്ന കാര്യങ്ങളൊന്നും മരണം വരെ ഓർക്കാത്ത തരത്തിൽ മറന്നുപോയി. ഓർമ്മകൾ മാഞ്ഞതോടെ എല്ലാവരും പഴയ മട്ടിലായി. കുപ്പി മറന്നിട്ടില്ലല്ലോ. വഴിക്ക് മായാവിയെ കണ്ടാൽ വിടരുത്. ഹാൻഡ്സ് അപ്പ്. എന്താടാ പുതിയ കണ്ടുപിടുത്തം? അയ്യോ! ഫ്ലാഷ് ബാക്ക്. പക്ഷെ ആരാണ് ടൈം മെഷീൻ്റെ അകത്ത് കിടന്നത്? ആ കഥ അറിയാൻ ഇതാ ഒരു ഫ്ലാഷ് ബാക്ക്. മൂങ്ങയുടെ മുട്ട എടുത്തതിന് ശേഷം മായാവി ടൈം മെഷീൻ്റെ അടുത്ത്. ഏ ഏ ഇതേതാ സ്ഥലം? പുതിയ ടൈപ്പ് ഗുഹയാണോ? ഇവർ അകത്ത് കിടന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അയ്യോ! ഗുഹയ്ക്കകത്ത് മിന്നൽ. ടപ്പ് ടപ്പ് ടപ്പ്. ഏ ആരോ വരുന്നുണ്ട്, ഓടിക്കോ. സൂത്ര, ഇതേതാ സ്ഥലം? ഹഹ, ജൂനിയർ സൂത്രൻ, ജൂനിയർ ഷേരു. മുട്ട ഇവർക്ക് കൊടുക്കാം. മായാവി അവരുടെ മുന്നിൽ മൂങ്ങമുട്ട വച്ചു കൊടുത്തു. ഹായ്, ഇതെനിക്ക് വേണം. എടുത്തോ സൂത്ര, ഇനി കിട്ടുമ്പോൾ എനിക്ക് തരണേ. ജൂനിയർ സൂത്രൻ മുട്ട തിന്നതോടെ ഭും ഭും